സർക്കാർ സേവനങ്ങൾ വാതിൽപ്പടിയിൽ എന്നതും കടന്ന് ജനങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തുകയാണ്. കേരളത്തിന്റെ അഭിമാന പദ്ധതി കെ സ്മാർട്ട് ജനുവരി 1 മുതൽ സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലും നഗരസഭകളിലും ആരംഭിച്ചു കഴിഞ്ഞു. ഏപ്രിൽ 1 മുതൽ മുഴുവൻ പഞ്ചായത്തുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള എല്ലാ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന കെ സ്മാർട്ട്. 80ഓളം സേവനങ്ങൾ ഓൺലൈനിലൂടെ ലഭിക്കും. ആദ്യഘട്ടത്തിൽ ജനന മരണ, വിവാഹ രജിസ്ട്രേഷൻ, വ്യാപാര വ്യവസായ ലൈസൻസ്, വസ്തുനികുതി, യൂസർ മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, ഫിനാൻസ് മൊഡ്യൂൾ, കെട്ടിട നിർമ്മാണ അനുമതി, പൊതുജന പരാതി പരിഹാരം എന്നീ 8 സേവനങ്ങളായിരിക്കും ലഭ്യമാകുക. വിദേശത്തുള്ളവർക്കും ഓൺലൈൻ വഴി സേവനങ്ങൾ ലഭ്യമാകും. കേരളത്തെ സംബന്ധിച്ച് ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു മാറ്റമായിരിക്കും കെ സ്മാർട്ടിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. ഈ മാറ്റം ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എക്കാലത്തെയും പരാതികൾക്ക് പരിഹാരമാവുകയാണ് ഓഫീസുകൾ കയറി ഇറങ്ങി മടുത്തു എന്ന പരാതിക്ക്. ഇനി തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനം നിങ്ങളുടെ വീട്ടുപടിക്കലല്ല, വിരൽത്തുമ്പിലെത്തുകയാണ്. രാജ്യത്ത് ആദ്യമായാണ് വിപുലമായ ഓൺലൈൻ സേവനം തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പാക്കുന്നത്. ഇൻഫർമേഷൻ കേരള മിഷനാണ് കെ സ്മാർട്ട് വികസിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ ശ്രദ്ധേയ ചുവടുവയ്പ് നേരിട്ടറിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങൾ കെ സ്മാർട്ട് മാതൃകയിൽ സോഫ്റ്റ്വെയർ വികസിപ്പിക്കാൻ IKM-നെ സമീപിച്ചിട്ടുണ്ട്. കെ സ്മാർട്ട് ആപ്പിലൂടെ അപേക്ഷകളും പരാതികളും ഓൺലൈനായി സമർപ്പിക്കാനും അവയുടെ നിലവിലെ സ്ഥിതി അറിയാനുമാകും. അതിനായി അപേക്ഷകളുടെയും പരാതികളുടെയും രസീത് അപേക്ഷകന്റെ വാട്സപ്പിലും ഇമെയിലിലും ലഭ്യമാക്കും. സർട്ടിഫിക്കറ്റുകളും ഇത്തരത്തിൽ അയക്കും. പൊതുജനങ്ങളെയും ജീവനക്കാരെ സഹായിക്കാൻ പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് സംവിധാനവും ഏർപ്പെടുത്തുന്നുണ്ട്.